അപ്പോൾ ഗായ്സ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചപ്പാത്തിയാണ്. രാവിലത്തെ ചപ്പാത്തിയൊക്കെ ബാക്കിയായാലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ചപ്പാത്തി ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. മസാലയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയാണ്. ഇനി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് 4 കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. സാധാ മുട്ട ഉണ്ടെങ്കിൽ അത് ഒന്നായാലും അതും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ആ കൂടെ ഇനിമോനും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിക്ക് നമ്മൾ ഇത് മസാല കിടന്നാണ് നല്ലൊരു നെരിഞ്ഞികൾ അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കണ്ടെടുക്കാം. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.